നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശംഖുപുഷ്പം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ വിവിധതരം ശംഖുപുഷ്പങ്ങളും അവയുടെ ഉപയോഗ രീതികളും അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വിവിധതരം ശംഖുപുഷ്പങ്ങളെ ഒന്ന് പരിചയപ്പെടാം. വെള്ള ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം, നീല ഉണ്ട ശംഖുപുഷ്പം, അതുപോലെ ഇതളുകളിൽ പിങ്ക് വരകളുള്ള ശംഖുപുഷ്പം, അതുപോലെ ഇതളുകളിൽ വയലറ്റ് വരകളുള്ള ശംഖുപുഷ്പം എന്നിങ്ങനെ വിവിധ തരങ്ങളായ ശംഖുപുഷ്പങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. മാനസിക രോഗ ചികിത്സയിൽ എന്നും അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. പ്രത്യേകിച്ച് മാനസിക രോഗ ചികിത്സയിൽ വെള്ള ശംഖുപുഷ്പമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഉറക്കക്കുറവ്, അതുപോലെ ഉന്മാദം, ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് നീല ശംഖുപുഷ്പം സമൂലം കഷായം വെച്ച് ഉപയോഗിക്കാറുമുണ്ട്. അതുപോലെ തന്നെ കൈവശ ചികിത്സയിൽ അറിയപ്പെടുന്ന ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഔഷധമാണ് ഈ ശംഖുപുഷ്പം. പ്രത്യേകിച്ച് കൈവശ പരിഹാരി ഗുളികയിലൊക്കെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ വേര് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കൈവശ പരിഹാരി ഗുളിക കഴിക്കുന്നതിന് പുറമേ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ, പ്രത്യേകിച്ച് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ച് ഉപയോഗിക്കാറുണ്ട്, പാലിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ കൈവശ പരിഹാര ഗുളിക കഴിക്കുന്നതിൻ്റെ പുറമേയും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേരരച്ച് വെണ്ണയിൽ ചേർത്ത് വെറും വയറ്റിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി വർദ്ധിക്കുകയും അതുപോലെ ധാരണാശേഷി വർദ്ധിക്കുമെന്നൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വിഷത്തെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് ശംഖുപുഷ്പം. പ്രത്യേകിച്ച് വിഷം സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക്, പ്രത്യേകിച്ച് വിഷമുള്ളൊക്കെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ തറച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നീല ശംഖുപുഷ്പത്തിൻ്റെ ഇല അരച്ച് പുരട്ടാറുണ്ട്. അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ടെന്നാണ് പറയുന്നത്. മൂർഖൻ പാമ്പിൻ്റെ വിഷത്തെ പോലും നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ശംഖുപുഷ്പം. അതുപോലെ തന്നെ തൊണ്ടവീക്കം, ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ തൊണ്ടവീക്കം കുറയുന്നതാണ്. അതുപോലെ തന്നെ മീൻ കഴിക്കുന്നൊക്കെ ആളുകൾക്കാണെങ്കിൽ അബദ്ധവശാലും മീൻ അതിൻ്റെ മുള്ള് തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുപോലെ ഇറിറ്റേഷൻസിനൊക്കെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല അരച്ച് തൊണ്ടയിൽ പൂശാറുണ്ട്. അതുപോലെ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ വിശേഷപ്പെട്ട ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ബുദ്ധിശക്തി വർദ്ധിക്കാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി 10 മടങ്ങ് വർദ്ധിപ്പിക്കാനും അതുപോലെ നെഞ്ചെരിച്ചിൽ, മോണപഴുപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്കും വളരെ ഗുണകരമാണെന്നാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് തിളപ്പിച്ച് വെള്ളം ദിവസവും കുടിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഔഷധം എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മൈഗ്രെയിൻസ് പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നസ്യം ചെയ്യാനും ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വയറിളകാനും ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വേര് അരച്ച് പശുവും പാലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറ് ഇളകുന്നതാണ്. അതുപോലെ തന്നെ വിവിധതരം രോഗങ്ങളുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഈ ഔഷധം അകത്തും പുറത്തുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.